അടുത്ത അപകടം. ഈവിൾ സ്കള്ളിനെ പരാജയപ്പെടുത്തിയ ശേഷം സൂപ്പർ ജെജെ നഗരത്തിന് മുകളിൽ വീണ്ടും നിന്നു. അവന്റെ മനസ്സ് ശാന്തമായിരുന്നു. എന്നാൽ ഒരു പുതിയ ഭീഷണി ഉടൻ വരുമെന്ന് അവന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു മിന്നൽ വേഗത്തിൽ ഒരു രൂപം നഗരത്തിലൂടെ ഓടുന്നത് അവൻ കണ്ടു. അത് ഒരു കോമാളിയെപ്പോലെ തോന്നി, പക്ഷേ അവന്റെ ചിരിയിൽ ഭയം നിറഞ്ഞിരുന്നു. ആ രൂപം സൂപ്പർ ജെജെയുടെ മുന്നിൽ നിന്നു. ഞാനാണ് ഡേർട്ടി ബഫൂൺ. എന്റെ വേഗത നിനക്ക് തടയാൻ കഴിയില്ല. എന്റെ രോഗം നിന്നെ ദുർബലനാക്കും. ഡേർട്ടി ബഫൂൺ ഒരു മിന്നൽ വേഗത്തിൽ സൂപ്പർ ജെജെയെ ചുറ്റിപ്പറന്നു. അവൻ പോയ വഴികളിലെല്ലാം ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. എന്റെ സ്പർശം നിനക്ക് രോഗം നൽകും, അവൻ വിളിച്ചു പറഞ്ഞു. സൂപ്പർ ജെജെ തന്റെ പ്രകാശത്തിന്റെ ശക്തി ഉപയോഗിച്ച് അവനെ ലക്ഷ്യമാക്കി. പക്ഷേ ഡേർട്ടി ബഫൂൺ വളരെ വേഗത്തിലായിരുന്നു. അവൻ ഓരോ പ്രകാശരശ്മിയെയും നിഷ്പ്രയാസം ഒഴിവാക്കി. നീ വളരെ സാവധാനത്തിലാണ് ഹീറോ. ഡേർട്ടി ബഫൂൺ സൂപ്പർ ജെജെയുടെ അടുത്തേക്ക് പറന്നു. അവന്റെ കൈ സൂപ്പർ ജെജെയുടെ കയ്യിൽ തട്ടി. ഉടൻ തന്നെ സൂപ്പർ ജെജെയുടെ കയ്യിൽ ഒരു ചുവന്ന പാട് പ്രത്യക്ഷപ്പെട്ടു. സൂപ്പർ ജെജെയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ഇതൊരു സാധാരണ പോരാട്ടമല്ലെന്ന് അവനറിഞ്ഞു. ഈ പുതിയ ഭീഷണിയെ നേരിടാൻ അവന് പുതിയൊരു തന്ത്രം ആവശ്യമായിരുന്നു. അവൻ തന്റെ ശക്തിയെ ഒന്നിപ്പിച്ചു. എന്നിട്ട് ഒരു വലിയ പ്രകാശത്തിന്റെ തരംഗം പുറത്തുവിട്ടു. അത് ഡേർട്ടി ബഫൂണിനെ ലക്ഷ്യമാക്കിയായിരുന്നില്ല, മറിച്ച് അവന്റെ ചുറ്റുമുള്ള നഗരത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചു. ആ അപ്രതീക്ഷിത പ്രകാശത്തിൽ ഡേർട്ടി ബഫൂൺ കണ്ണടച്ചു. അവന്റെ വേഗത കുറഞ്ഞു. എനിക്ക് നിങ്ങളുടെ വേഗത തടയാൻ കഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളുടെ കാഴ്ച തടയാൻ കഴിയും, സൂപ്പർ ജെജെ പറഞ്ഞു. ഇത് അവസാനിക്കുന്നില്ല സൂപ്പർ ജെജെ. ഡേർട്ടി ബഫൂൺ അലറി. അവൻ വേഗത്തിൽ ഓടിപ്പോയി. അവന്റെ പിന്നിൽ രോഗത്തിന്റെ ഒരു പാത അവശേഷിപ്പിച്ചു. സൂപ്പർ ജെജെ വിജയിയായി നിന്നു. പക്ഷേ അടുത്ത പോരാട്ടത്തിനായി അവൻ തയ്യാറെടുക്കുകയായിരുന്നു. Subscribe for more. Thank you.